മലയാള സിനിമയിലെ അല്ലെങ്കിൽ മോഹൻലാലിന്റെ തന്നെ വരാനിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും പ്രതീക്ഷയുള്ളതും ഏറ്റവും ഹൈപ്പുള്ളതുമായ സിനിമയാണ് ദൃശ്യം ത്രീ മെയ് 21-ന് മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിലാണ് തിയേറ്ററിൽ എത്തുന്നത്. ഇപ്പോഴത്തെ ദൃശ്യത്തിന്റെ ഓവർസീസിലെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. പ്രധാനപ്പെട്ട 2 ടെറിട്ടറികളിലാണ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നത്. ആദ്യം ബുക്കിംഗ് ആരംഭിച്ചത് UK-യിലായിരുന്നു. നിലവിൽ മലയാള സിനിമയുടെ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ആവുന്ന ഒരു ടെറിട്ടറിയാണ് UK. എമ്പുരാനൊക്കെ അവിടെ വലിയ രീതിയിലുള്ള കളക്ഷൻ നേടിയിരുന്നു. വാഴയ്ക്കും നല്ല രീതിയിലുള്ള കളക്ഷൻ നേടാൻ കഴിഞ്ഞിരുന്നു. USA-യിൽ പരക്കെ തന്നെ ദൃശ്യം 3യുടെ ബുക്കിംഗ് ഇന്നു മുതൽ ആരംഭിക്കും. റിലീസിന് ഇനിയും 16 ദിവസങ്ങൾ ബാക്കിയുണ്ട്. ഇപ്പോൾ മെയ് 20-ന് നടക്കുന്ന പ്രീമിയർ ഷോയുടെ ബുക്കിംഗ് ആണ് ആരംഭിക്കുന്നത്. ഏതായാലും മലയാള സിനിമയുടെ ഒരു ബെഞ്ച് മാർക്കായി തന്നെ ദൃശ്യം 3യുടെ ആദ്യ ദിന കളക്ഷൻ മാറുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. നിലവിൽ വരാനിരിക്കുന്ന മലയാള സിനിമകളിൽ ഏറ്റവും ഹൈപ്പുള്ള സിനിമയാണ് ദൃശ്യം 3. മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസ് ആണ് ദൃശ്യം. അതിൽ നിന്നൊരു സിനിമ വരുമ്പോൾ തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷ തന്നെയാണ്. നിലവിൽ കേരളത്തിൽ ബുക്കിംഗ് ആരംഭിക്കുന്നതിനെ കുറിച്ചൊന്നും അറിവുകളില്ല. സെൻസറിംഗ് പൂർത്തിയായാൽ ഉടൻ തന്നെ കേരളത്തിൽ ബുക്കിംഗ് ആരംഭിക്കും. റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും ഒരേ സമയം തന്നെ ആയിരിക്കും ബുക്കിംഗ് ആരംഭിക്കുക. ഒരിക്കൽ എമ്പുരാൻ സൃഷ്ടിച്ചൊരു തരംഗമുണ്ട് ബുക്കിംഗ് ഒരേ സമയം തുടങ്ങിയപ്പോൾ. അത് തന്നെ ദൃശ്യം 3യും പിന്തുടരാൻ തന്നെയാണ് സാധ്യത. ദൃശ്യം 3യെ കുറിച്ച് മറ്റൊരു കാര്യം അറിയുന്നത് മലയാളത്തിൽ മാത്രമായിരിക്കില്ല ചിത്രം എത്തുക എന്നുള്ളതാണ്. തമിഴിലും തെലുങ്കിലും ഡബ് ചെയ്തുകൊണ്ട് ചിത്രം റിലീസ് ചെയ്യുമെന്ന് അറിയുന്നു. മലയാളം വേർഷൻ എത്തുന്ന സമയം തന്നെ ആയിരിക്കും ഈ 2 ഭാഷകളിലെയും ഡബ്ഡ് വേർഷൻ എത്തുക. ദൃശ്യം 1ഉം 2ഉം തെലുങ്കിൽ വെങ്കടേഷ് ചെയ്തിരുന്നു. ദൃശ്യം 3 അദ്ദേഹം ചെയ്യുന്നില്ല എന്ന് മുൻപ് തന്നെ പറഞ്ഞിരുന്നു. അതിനാൽ തന്നെ ദൃശ്യം 3യുടെ ഒരു തെലുങ്ക് വേർഷൻ ഇറങ്ങാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഇറങ്ങുന്ന സമയം മലയാള വേർഷൻ ഡബ് ചെയ്തുകൊണ്ട് അവിടെ റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെയാണ് തമിഴ് ദൃശ്യം 1 പാപനാശം എന്ന പേരിൽ കമൽഹാസൻ ചെയ്തിരുന്നു. ദൃശ്യം 2 അദ്ദേഹം ചെയ്തിരുന്നില്ല. ദൃശ്യം 3യും ചെയ്യാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ തമിഴ് വേർഷൻ റിലീസ് ആവാൻ സാധ്യതയില്ല. ഈ ഒരു സാധ്യത മുന്നിൽ കണ്ടാണ് മലയാള വേർഷൻ ഡബ് ചെയ്തുകൊണ്ട് തമിഴിലും തെലുങ്കിലും ഒക്കെ വരുന്നത്. ഏതായാലും മലയാള സിനിമയുടെ ഒരു നെക്സ്റ്റ് ലെവൽ തന്നെയായിരിക്കും ദൃശ്യം 3. ചിത്രത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷ ഉള്ളത് ബോക്സ് ഓഫീസിലും വലിയ കളക്ഷനായി മാറാനുള്ള എല്ലാ സാധ്യതയും നിലവിലുണ്ട്. മികച്ച റിപ്പോർട്ടാണ് ചിത്രത്തിന് ലഭിക്കുന്നത് എങ്കിൽ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ പുതിയ ബെഞ്ച് മാർക്ക് തന്നെ ദൃശ്യം 3 സൃഷ്ടിക്കും.